ഹായ്, എല്ലാവർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടി കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ്. നല്ല ഉഷ്ണകാലമാണ്. ഈ ഉഷ്ണകാലത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ 4 വിവിധ തരം മിൽക്ക് ഷേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഈ പകുതി ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ റൊബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു പഴം എടുക്കത്തില്ല, ഇതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും മാത്രം മതിയാകും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പിസ്ത എടുത്തിട്ടുണ്ട്. പിസ്തയും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുക്കുക. ഞാൻ ഇനി ഇതിലേക്ക് പിസ്ത ഇലൈച്ചി മിക്സിൻ്റെ എസൻസ് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ ചെയ്യും, നല്ലൊരു കളറും ആയിരിക്കും. 2 ക്യൂബ് ഐസും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലൊഴിച്ച് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. ഇതിന് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഞാനിവിടെ ബേസിൽ സീഡ് കുറച്ചെടുത്ത് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നതാണ്. ഇതൊരു സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആപ്പിൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മാതളത്തിൻ്റെ ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു മാതളം ഇതുപോലെ ഇളക്കിയെടുത്തതാണ്. ആദ്യം തന്നെ ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കും. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഇത്രയും മതിയാകും. ഇനി ഇതിനെ അരിച്ചെടുക്കും. മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന മാതളത്തിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ പകുതി പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ റൊബസ്റ്റ പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കും. ഞാനിവിടെ 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് സ്ട്രോബെറി സിറപ്പ് എടുത്തിട്ടുണ്ട്. അത് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കും. 2 ഡ്രോപ്പേ ഒഴിച്ചു കൊടുക്കാവൂ, അതിൽ കൂടരുത്. അതിൽ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് മാറും. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. പോമഗ്രാനൈറ്റ് ഷേക്ക് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബേസിൽ സീഡ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ പോമഗ്രാനൈറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൊബസ്റ്റ പഴം തന്നെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പകുതിയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് കട്ട് ചെയ്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം കൂടിക്കഴിഞ്ഞാൽ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ചോക്ലേറ്റ് മിക്സിൻ്റെ സിറപ്പ് എടുത്തിട്ടുണ്ട്. അത് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ഞാൻ 2 ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പ് പാലും ഒഴിച്ച് ഇത് വീണ്ടും അടിച്ചെടുക്കും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടിച്ചെടുക്കാം. നിങ്ങൾക്കിത് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഐസ്ക്രീം ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും മതിയാകും. ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കേണ്ട ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ഹെർഷി സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഈ ഗ്ലാസ്സിലാണ് ഞാൻ ചോക്ലേറ്റ് ഷേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇതിന് മുകളിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഹോർലിക്സ് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൊബസ്റ്റ പഴം പകുതി എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 കുരു കളഞ്ഞ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇതൊന്നുകൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ സിറപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 2 ഡ്രോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ മധുരം കുറച്ച് ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി ഞാൻ 1/2 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 ഐസ് ക്യൂബും ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ബനാന ഹോർലിക്സ് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബേസിൽ സീഡ് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. നമ്മുടെ ബനാന ഹോർലിക്സ് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ 4 ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് ഷേക്കിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഒരു അട്രാക്ഷന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. പിസ്ത ഷേക്കിന് മുകളിൽ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം. ബനാന ഹോർലിക്സ് മിൽക്ക് ഷേക്കിന് പുറത്ത് ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പോമഗ്രാനൈറ്റ് ഷേക്കിന് മുകളിലായിട്ട് ഞാൻ 2 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 4 മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്.